ആക്ടിവിറ്റി ഓൺ ആരോ മെത്തേഡാണ്. AOA മെത്തേഡാണ്. ആക്ടിവിറ്റി ഓൺ ആരോ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പ്രോബ്ലം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആക്ടിവിറ്റി ഓൺ ആരോ മെത്തേഡ് നമ്മൾ നേരത്തെ പഠിച്ച ആക്ടിവിറ്റി ഓൺ നോഡ് മെത്തേഡ് പോലെ തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ചെയ്യാം. അപ്പം ഇവിടെ നമ്മൾ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് A എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ്. A എന്ന് പറയുന്ന ആക്ടിവിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഡിപ്പെൻഡൻസി ഒന്നുമില്ല. ഡിപ്പെൻഡൻസി 0 ആണ്. ഒരു ആക്ടിവിറ്റിയെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിന് പ്രീ ഓപ്പറേഷൻസ് ഒന്നും തന്നെ ഇല്ല. അതിന്റെ ഡ്യൂറേഷൻ 4 ദിവസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതിന്റെ ക്രിട്ടിക്കൽ പാത്ത് ഡയഗ്രാം നമ്മൾ വരയ്ക്കാൻ പോവാണ്. അപ്പം ആക്ടിവിറ്റി ഓൺ ആരോ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ, AOA മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ AOA മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആക്ടിവിറ്റിയെ അല്ല നമ്മൾ വട്ടമിട്ട് എഴുതുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ആദ്യം ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ 1 എന്ന് എഴുതുക. ഫസ്റ്റ് സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ആണ്. ആ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് തുടങ്ങാൻ പോകുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അതിന് മുന്നേ ഒരു ഓപ്പറേഷനും ഇല്ല. അത് വെറും ഒരു തുടക്കം മാത്രമാണ്. ഒരു വർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ നമ്മൾ EFTയും അതേപോലെ തന്നെ LFTയും നമ്മൾ മാർക്ക് ചെയ്യും. അതായത് സ്ക്വയർ എന്ന് പറയുന്നത് EFT ആണ്, earlier finish time ആണ്. ട്രയാങ്കിൾ എന്ന് പറയുന്നത് LFT. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ടിവിറ്റി അല്ല ഓരോ നോഡിൽ മാർക്ക് ചെയ്യുന്നത്. നോഡിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന എന്താണ്? സ്റ്റേജ് ആണ്. ആക്ടിവിറ്റി ഈസ് മാർക്ക്ഡ് ഓൺ ആരോ അല്ലെ? ആക്ടിവിറ്റി ഈസ് മാർക്ക്ഡ് ഓൺ ആരോ. അപ്പൊ ഞാൻ ആക്ടിവിറ്റിയെ മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യത്തെ ആക്ടിവിറ്റിയെ ഞാൻ ആദ്യത്തെ ആരോയിൽ മാർക്ക് ചെയ്യാൻ പോകും. അതെ, ഒരു ആരോ മാർക്ക് ഇട്ടു. അപ്പൊ നമ്മൾ നേരത്തെ നോക്കിയ സമയത്ത് ഫസ്റ്റ് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് 4 days ആണ്. 4 ദിവസമാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ആക്ടിവിറ്റിയെയും ആരോയെയും നമ്മൾ ആരോയുടെ മേളിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ ആക്ടിവിറ്റി ഓൺ നോഡ് മെത്തേഡ് ചെയ്ത സമയത്ത് ഈ ഇടത് ഭാഗത്താണ് നമ്മൾ ഈ ആക്ടിവിറ്റി A എന്ന് ഇവിടെ എഴുതിയിട്ട് ഇടത് ഭാഗത്ത് മുകളിലാണ് നമ്മൾ ഡ്യൂറേഷൻ എഴുതിയത് അല്ലെ? ഇതിന് നമ്മൾ അങ്ങനെ ഒന്നും എഴുതണ്ട. ഇതിന്റെ ഇടത് ഭാഗത്ത് മുകളിൽ നമ്മൾ ഒന്നും എഴുതത്തില്ല. ബട്ട് നമ്മൾ where it is written the activity and the number of days, it is written above the arrow. So here we write activity A, comma, ആക്ടിവിറ്റി എഴുതിയതിനു ശേഷം കോമ ഇട്ടിട്ട് അതിന്റെ നമ്പർ ഓഫ് ഡേയ്സ് 4 ആരോയുടെ മേളിലാണ് എഴുതിയത്. അപ്പൊ 1 കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജിൽ നമ്മൾ എന്തെന്ന് മാർക്ക് ചെയ്യണം? 2. 1 കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിനെ 2 എന്ന് മാർക്ക് ചെയ്യും. ഓക്കെ, ഇനി 1 കഴിഞ്ഞ് അടുത്ത ആക്ടിവിറ്റി 1 കഴിഞ്ഞ് അടുത്ത ആക്ടിവിറ്റി ഏതാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? അതായത് A എന്ന് പറയുന്ന ആക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആക്ടിവിറ്റി ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള 2 എണ്ണം ഉണ്ട് കണ്ടോ? ബിയും ഉണ്ട്, പിന്നെ ഏതാ ഉള്ളത്? A എന്ന് പറയുന്ന ആക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ആക്ടിവിറ്റി ഉണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ. അത് ഏതൊക്കെയാ? ബിയും ഉണ്ട്, പിന്നെ ഏതാ ഉള്ളത്? ആരെങ്കിലും ഒന്ന് പറയാമോ? ബിയും പിന്നെ ഏതാ ഉള്ളത്? A എന്ന് പറയുന്ന ആക്ടിവിറ്റി ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള, അതായത് A ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള A കഴിഞ്ഞിട്ട് വരാൻ സാധ്യതയുള്ള 2 ആക്ടിവിറ്റി ഉണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ. അത് ഏതൊക്കെയാന്ന് പറയാം? ഒന്ന് ബി ആണ്, പിന്നൊന്ന് ഏതാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു. ഡി ആണ് അല്ലെ? ഡി. ഓക്കെ, ഡി. അപ്പം എയുടെ ആക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ആൾക്കാരാണ് ബിയും ഡിയും. ബി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 6 ദിവസമാണ്.
ഡി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 4 ദിവസമാണ്. അപ്പൊ ഞാൻ ഒരെണ്ണം മേളിലോട്ട് വരയ്ക്കാൻ പോവാണ്. അപ്പൊ 3 എന്ന് പറയുന്ന സ്റ്റേജിനെ നമ്മൾ അടുത്ത 3 എന്ന് പറയുന്ന സ്റ്റേജ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് LFT യും EFT ഒക്കെ നമുക്ക് ലാസ്റ്റ് മാർക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ആക്ടിവിറ്റി എല്ലാം മാർക്ക് ചെയ്യുക, അതായിരിക്കും എളുപ്പം. ഡി അടുത്ത ആക്ടിവിറ്റി അടുത്ത ആരോയുടെ മേളിൽ മാർക്ക് ചെയ്തു. ഡിയുടെ ദിവസം 6 ദിവസം. അടുത്തെന്ന് പറയുന്നത് ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റിയും എ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ അടുത്തത് വേണേ അടുത്ത നമുക്ക് സി തന്നെ മാർക്ക് ചെയ്യാം. സി തന്നെ മാർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ സി എന്ന് പറയുന്ന ആക്ടിവിറ്റി ബിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വേണമെങ്കിൽ അത് മാർക്ക് ചെയ്യാം. സി എന്ന് പറയുന്ന ആക്ടിവിറ്റി ബിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് 5 ദിവസം. ഓർഡറിൽ തന്നെ വേണേൽ ചെയ്തു പോകാം, അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. സി ബിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് 5 ദിവസം. ഓക്കെ, സി ബിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ, സി ബിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് 5 ദിവസം. ഞാൻ ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് വരച്ചു. സി എന്ന് പറയുന്ന ആക്ടിവിറ്റി ബിയെ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ബി കഴിഞ്ഞിട്ട് സി വരുന്ന രീതിയിൽ വരച്ചു. 5 ദിവസം. അതേപോലെ തന്നെ അടുത്ത ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റി ഉണ്ട്, അത് എ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. 4 ദിവസമാണ് അതിന്റെ ഡ്യൂറേഷൻ. അതായത് ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റി എ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം വരച്ച എ തന്നെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. 5 ദിവസമാണ് ഡ്യൂറേഷൻ. അപ്പോ എ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ആക്ടിവിറ്റി കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് ഏതാ? 2 എന്ന് പറയുന്ന സ്റ്റേജ്. അപ്പൊ 2 കഴിഞ്ഞിട്ട് വേണം അത് വരയ്ക്കാൻ. അപ്പൊ 2 കഴിഞ്ഞിട്ട് വേണേൽ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാം. ഇവിടെ നമ്മളൊരു ഭംഗിക്ക് വേണ്ടി താഴോട്ട് വരച്ചു കേട്ടോ. സ്ട്രൈറ്റ് ആയിട്ട് വരച്ചാലും കറക്റ്റ് തന്നെ, കുഴപ്പമൊന്നുമില്ല. അപ്പം 3 കഴിഞ്ഞിട്ട് നമുക്ക് ഓർഡറിൽ തന്നെ നമ്പർ ഇട്ട് പോവാം. ഇതിന് 4 എന്ന് പറഞ്ഞ നമ്പർ ഇട്ട്, 4 എന്ന് പറഞ്ഞ നമ്പർ ഇട്ട് ആക്ടിവിറ്റിയുടെ പേര് ഡി. ദിവസം എത്ര ദിവസമാണ്? 4 ദിവസം. 4 ദിവസമാണ്. ആരോ മാർക്ക് ഇടാൻ വിട്ടുപോകരുത്, ആരോ മാർക്ക് ഇടണം. ഇവിടെ ആരോ മാർക്ക് ഇടണം. അപ്പൊ അടുത്തതെന്ന് പറയുന്നത് നമ്മള് അടുത്തെന്ന് പറയുന്നത് ഇ എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ്. ഇ എന്ന് പറയുന്ന ആക്ടിവിറ്റി ഏതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡി ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇ എന്ന് പറയുന്ന ആക്ടിവിറ്റി ഡി ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. 3 ദിവസമാണ് സമയം എടുക്കുന്നത്. അതായത് ഇ എന്ന് പറയുന്ന ആക്ടിവിറ്റി ഡിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. 3 ദിവസമാണ് സമയം എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇ എന്ന് പറയുന്ന ആക്ടിവിറ്റി ഡിയെ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അഹല്യ ഉണ്ടോ ക്ലാസ്സിൽ? അഹല്യ, നമുക്ക് ഇനി അടുത്ത വരയ്ക്കേണ്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ് കേട്ടോ. ഇ എന്ന് പറയുന്ന ആക്ടിവിറ്റി ഡിയെ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഡി. അപ്പൊ ഞാൻ എവിടെ വരയ്ക്കേണ്ടത്? മുകളിലാണോ വരയ്ക്കേണ്ടത്, നടുക്കാണോ വരയ്ക്കേണ്ടത്, അത് താഴെ നിന്ന് മുകളിലോട്ടാണോ വരയ്ക്കേണ്ടത്? 4 ഇങ്ങോട്ട് വരയ്ക്കണം. നേരെ മുകളിലോട്ട് വരച്ചാൽ സിയില് ഡിപ്പെൻഡ് ചെയ്യില്ലേ? മുകളിലോട്ട് വരച്ചാല് സിയെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മളിപ്പോ വരയ്ക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ഏതാണ്? ഇ ആണ്. അത് ഡിയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇ എന്ന് പറയുന്നത് ഓക്കെ, ഡിയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മളിപ്പം ആക്ടിവിറ്റി ഓൺ ആരോ മെത്തേഡ് അല്ലേ വരയ്ക്കുന്നത്. അപ്പൊ നമ്മള് ഇവിടുന്ന് നമ്മള് മുകളിലോട്ട് വരച്ചാലും ഇ എന്ന് പറയുന്ന സംഭവം ഏതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ? ഡിയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ അല്ലെ. നമ്മളിപ്പോ മുകളിലോട്ട് വരച്ചാലും നേരെ വരച്ചാലും ഈയുടെ പ്രീ ഓപ്പറേഷൻ ആയിട്ട് ഏതേ വരുത്തുള്ളൂ? ഡി മാത്രമേ വരുത്തുള്ളൂ അല്ലെ. ഡി മാത്രമേ വരുത്തുള്ളൂ. ഈയുടെ പ്രീ ഓപ്പറേഷൻ ആയിട്ട് ഡി മാത്രമേ വരുത്തുള്ളൂ. അപ്പൊ ഇവിടെ എന്താ പറയാ, നമ്മള് ഇവിടുന്ന് മുകളിലേക്ക് വരച്ചു. ഓക്കെ, അപ്പോ ആ ഓപ്പറേഷന്റെ പേര് ഇ എന്ന് മാർക്ക് ചെയ്തു.
നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 3 ദിവസം. 3 ദിവസം. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ 2 എന്ന് പറയുന്ന സ്റ്റേജ് വരച്ചു, 3 വരച്ചു, 4 വരച്ചു. അപ്പൊ ഈ സ്റ്റേജിന് നമ്മൾ 5 വന്ന് നമ്പർ കൊടുത്തു. 5 വന്ന് നമ്പർ കൊടുത്തു. ഇനി നമ്മൾ എന്തുകൊണ്ടാ മുകളിലേക്ക് വരച്ചെന്നുള്ള ഒരു ചോദ്യം വരും. അടുത്ത നിങ്ങൾ കണ്ടോ, എഫ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി ഏതിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എഫ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി ഏതിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അൽഫയാസ് ഉണ്ടോ? അൽഫയാസ് ലാസ്റ്റത്തെ ആക്ടിവിറ്റി എഫ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ്. എഫ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ആരെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്? എഫ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ഡിപ്പെൻഡൻസിയുടെ ടേബിളിൽ ആരെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്? ടേബിൾ നോക്കി പറഞ്ഞോ. എഫ് ആണ് ആക്ടിവിറ്റി. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന്റെ ഏതൊക്കെയാണ്? സിയും ഇയും. ഡ്യൂറേഷൻ 5 ദിവസം. അപ്പൊ നമ്മള് കണ്ടോ, ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാല് നമ്മള് ഈ ഇയെ താഴേന്ന് മുകളിലോട്ട് വരച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ എഫ് വരയ്ക്കും. അതായത് എഫ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ഉണ്ടല്ലോ, എഫ് എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് 2 കൺകറന്റ് ആക്ടിവിറ്റീസ് പുറകിലുണ്ട്. അതായത് ഈ 2 എണ്ണം ഡിപ്പെൻഡൻസി ഉള്ള കേസിൽ അവർ രണ്ടുപേരും കൂടെ ഒരു നോഡിൽ വരുന്ന രീതിയിൽ വരച്ചാൽ മാത്രമേ നമ്മുടെ ഡയഗ്രാം കറക്റ്റ് ആവത്തുള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ ഈ താഴേന്ന് മുകളിലോട്ട് വരച്ചതിന് ഒരു കാരണമുണ്ട്. കാരണം താഴേന്ന് നമ്മൾ വേറെ സപ്പോസ് നമ്മൾ ഇങ്ങോട്ട് വല്ലതും വരച്ചിരുന്നെങ്കിൽ ഈ സിയും ഇയും കൂടെ ഒരു സ്ഥലത്ത് യോജിച്ച് വരത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സിയും ഇയും കൂടെ ഒരു നോഡിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ തന്നെ ഒരു നോഡിലേക്ക് വരണം നമ്മുടെ ഡയഗ്രത്തിൽ. കാരണം എന്ന് പറഞ്ഞാൽ ഈ എഫ് എന്ന് പറയുന്ന ആക്ടിവിറ്റി സിനെയും ഇനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവരെ രണ്ടുപേരെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ എഫ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി. സിയെയും ഇയെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പറയുന്ന കണക്ക് എന്താ പറയാ, നമ്മളും നമ്മുടെ അനിയനും രാവിലെ സ്കൂളിലും കോളേജിലും പോകാനായിട്ട് റെഡി ആവുമെന്ന് പറഞ്ഞ കണക്ക് തന്നെ സിയും ഇയും 2 കൺകറന്റ് ആയിട്ട് നടക്കുന്ന ആക്ടിവിറ്റീസ് ആണ്. സിയും ഇയും തീർന്നാൽ മാത്രമേ നമുക്ക് എഫ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതായത് സിയുടെ ഇപ്പൊ നമ്മളൊരു ഫാൻ അസംബിൾ ചെയ്യുകയാണെങ്കിൽ ഫാനിന്റെ ലീഫും ഫാനിന്റെ ആ കവറിങ്ങും വന്നാൽ മാത്രമേ നമുക്ക് ഫാൻ അസംബ്ലി എന്നുള്ള വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഫാനിന്റെ ലീഫ് വന്നു, പക്ഷെ ഫാനിന്റെ പുറമേ ഉള്ള ആ ഫാൻ ഗാർഡ് വന്നില്ലെങ്കിൽ നമുക്ക് ഫാൻ ഗാർഡിന്റെ വർക്ക് തീർന്നില്ലെങ്കിൽ നമുക്ക് ഫാൻ അസംബ്ലി വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇനി ചെയ്യാൻ പോകുന്ന അസംബ്ലി വർക്ക് ഈസ് ഡിപ്പെൻഡബിൾ ഓൺ ദി 2 പ്രീ ഓപ്പറേഷൻസ്. ഈ 2 പ്രീ ഓപ്പറേഷൻ നമുക്ക് തീർത്താൽ മാത്രമേ നമുക്ക് അടുത്ത ഓപ്പറേഷൻ ശരിക്കും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ സിയും ഇയും തീർന്നാൽ മാത്രമേ എഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് 5 ദിവസം വേണം. അപ്പോ സിയും ഇയും കൂടെ ഒരു സ്ഥലത്ത് വന്നു, അവർ തീർന്നു കഴിഞ്ഞിട്ടേ ഏത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അടുത്ത ഓപ്പറേഷൻ ആയിട്ടുള്ളത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ അതിനെ അപ്പൊ ഒരു സ്റ്റേജും കൂടെ നമ്മൾ വരച്ചു. ആറാമത്തെ സ്റ്റേജ് നമ്മൾ വരച്ചു. ഇവിടെ ആരോയുടെ മേളിൽ അടുത്ത ആക്ടിവിറ്റി നമ്മൾ മാർക്ക് ചെയ്തു. എഫ് എന്ന് പറയുന്ന ആക്ടിവിറ്റി മാർക്ക് ചെയ്തു. 5 ദിവസം. 5 ദിവസമാണ് സമയം. അപ്പൊ ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്രിട്ടിക്കൽ പാത്തിന്റെ ഡയഗ്രാം നമ്മൾ എന്താ പറയാ, നോഡ് ഡയഗ്രാം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 1 മുതലുള്ള സ്റ്റേജസിന്റെ ആക്ടിവിറ്റിയും ടൈമും നമ്മൾ ആരോയുടെ മേളിലാണ് രേഖപ്പെടുത്തിയത്. കാരണം ആക്ടിവിറ്റി ഓൺ ആരോ മെത്തേഡ് ആയതുകൊണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് നമ്മൾ ഓരോ സ്റ്റേജിന്റെയും EFTയും LFT എഴുതാൻ പോവുക. അപ്പൊ ഈ 2ാമത്തെ സ്റ്റേജിന്റെ EFT എഴുതാൻ പോവുകയാണ്. അതേപോലെ തന്നെ 2ാമത്തെ സ്റ്റേജിന്റെ LFT നമുക്ക് എഴുതണം. EFT എങ്ങനെ എഴുതാൻ പറ്റും? അതായത് 1ാമത്തെ സ്റ്റേജിൽ കഴിഞ്ഞ് എ എന്ന് പറയുന്ന ആക്ടിവിറ്റി സ്റ്റേജിലാണ് 2ാമത്തെ സ്റ്റേജ് എത്തുന്നത്, അല്ലെ? അപ്പൊ എ എന്ന് പറയുന്ന ആക്ടിവിറ്റി ചെയ്യാൻ എടുക്കുന്ന ദിവസം 4 ദിവസമാണ്. അപ്പൊ ഇയർലി ഫിനിഷിംഗ് ടൈം എന്ന് പറയുന്നത് 4 തന്നെയാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ആക്ടിവിറ്റി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ആക്ടിവിറ്റിയാണ്. ഫസ്റ്റ് ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ
EFTയും LFT എല്ലാം സെയിം തന്നെയാണ്, 4 തന്നെയാണ്. EFTയും LFTയും 4 തന്നെയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ സ്റ്റേജില് നമ്മൾ EFTയും LFT എഴുതാം. ഓക്കെ, സഞ്ജയ് ശങ്കർ ഉണ്ടോ? സഞ്ജയ് ശങ്കർ. സഞ്ജയ് ശങ്കറെ, നമ്മൾ ഈ രണ്ടാമത്തെ ആക്ടിവിറ്റി കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ ആക്ടിവിറ്റിയിലോട്ട് പോവുകയാണ്. അപ്പൊ മൂന്നാമത്തെ ആക്ടിവിറ്റിയില് എ എന്ന് പറയുന്ന ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് ഏത് ആക്ടിവിറ്റി കഴിയുമ്പോഴാണ് മൂന്നാമത്തെ സ്റ്റേജ് എത്തുന്നത്? ബി ചെയ്യാനായിട്ട് എത്ര ദിവസം വേണം? ബി ചെയ്യാൻ? 6. അപ്പൊ നമ്മുടെ ഇയർലി ഫിനിഷിംഗ് ടൈം എത്ര വരും മൊത്തം? 10. 6 4 10. ഓക്കെ. ആദർശ് ഉണ്ടോ? ആദർശ് കെ ഉണ്ടോ? ആദർശ്. അപ്പൊ നമുക്ക് ഇതിന്റെ ലീസ്റ്റ് ഫിനിഷിംഗ് ടൈം ആണ് നമുക്ക് അടുത്തത് എഴുതേണ്ടത്. ലീസ്റ്റ് ഫിനിഷിംഗ് ടൈം ആണ് നമുക്ക് എഴുതാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ലീസ്റ്റ് ഫിനിഷിംഗ് ടൈം എഴുതുമ്പോഴും മൂന്നാമത്തെ സ്റ്റേജിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ ഓപ്പറേഷൻസ് ബാക്കിയുണ്ട്? ഒന്നാമത്തെ ഓപ്പറേഷൻ 0 അല്ലേ സാർ? അപ്പൊ 2ഉം 3ഉം കൂടി ആകുമ്പോ 10 ദിവസം തന്നെയല്ലേ? അതായത് ഫസ്റ്റ് സ്റ്റേജിൽ 4 ദിവസമാണ് എടുക്കുന്നത്, രണ്ടാമത്തെ സ്റ്റേജിൽ 6 ദിവസം എടുക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ലീസ്റ്റ് ഫിനിഷിംഗ് ടൈം, അതായത് ഈ മൂന്നാമത്തെ സ്റ്റേജിന്റെ ലീസ്റ്റ് ഫിനിഷിംഗ് ടൈം എന്ന് പറഞ്ഞാല് അപ്പം 10. ലീസ്റ്റ് ഫിനിഷിംഗ് ടൈം എന്ന് പറയുമ്പോൾ 6 4 10. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ ഈ മൊത്തം ഓപ്പറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 രീതിയിൽ പോകാൻ പറ്റും. 1 2 3 5 6 ഒരു പാത്ത്. നമ്മുടെ പാത്തുകൾ എന്ന് പറഞ്ഞാൽ 1 2 3 5 6 ഫസ്റ്റ് പാത്ത്. രണ്ടാമത്തെ പാത്ത്. ഓക്കെ, രണ്ടാമത്തെ പാത്ത് എന്ന് പറഞ്ഞേ, രണ്ടാമത്തെ പാത്ത് രൂപേഷ് ഉണ്ടോ? രൂപേഷ്, രണ്ടാമത്തെ പാത്തിന്റെ പേരെന്ന് പറഞ്ഞു. 1 2 2 4 5 6. അപ്പൊ നമ്മൾ ഈ 2 പാത്തുകൾ പറഞ്ഞു പോകുന്ന സമയത്ത് ഈ മുകളിലത്തെ പാത്ത് കണ്ടോ, രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞിട്ട് 6 ദിവസം കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ സ്റ്റേജ് എത്തുന്നത്. താഴത്തെ സ്റ്റേജ്, അതായത് മുകളിലത്തെ പാത്തിൽ കൂടെ പോകുമ്പോഴേ ഈ രണ്ടാമത്തെ വർക്ക് ഉണ്ടല്ലോ, ഞാൻ പറയുന്ന ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പറയാൻ പോകുന്നത്, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഓക്കെ, അതായത് നമ്മൾ രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനം ഏതാന്ന് പറയാം. നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള ശരിക്കുള്ള ലക്ഷ്യസ്ഥാനം ഏതാന്ന് പറയാം നമ്മുടെ ഈ ഡയഗ്രാം പ്രകാരം. ആരെങ്കിലും പറഞ്ഞോ ധൈര്യമായിട്ട്? അതായത് രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞിട്ട് നമ്മൾ എത്തേണ്ട ഒരു കോമൺ പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ 2 വഴി കൂടെ ട്രാവൽ ചെയ്യുന്നത്. 2 കൺകറന്റ് ആക്ടിവിറ്റീസ് വഴി 5. അപ്പം 5 എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ രണ്ടാമത്തെ ആക്ടിവിറ്റിന്ന് 3 എന്ന് പറയുന്ന ആക്ടിവിറ്റി വഴിയും 5-ൽ എത്താം. അതേപോലെ തന്നെ താഴെ 4 എന്ന് പറയുന്ന ആക്ടിവിറ്റി വഴിയും 5-ൽ എത്താം. ഈ മുകളിലത്തെ 3 എന്ന് പറയുന്ന ആക്ടിവിറ്റി വഴി 5-ൽ എത്തുമ്പോൾ എത്ര ദിവസം എടുക്കുന്നുണ്ട്? നമ്മൾ 2-ന്ന് സ്റ്റാർട്ട് ചെയ്യുവാന്ന് വിചാരിച്ച് പറഞ്ഞാൽ മതി. 2 എന്ന് പറയുന്ന സ്റ്റേജ് എത്തിക്കഴിഞ്ഞിട്ട് മുകളിലത്തെ പാത്ത് വഴി 5-ൽ എത്തുവാണെങ്കിൽ എത്ര ദിവസം എടുക്കും? മുകളിലത്തെ പാത്ത് വഴി, അതായത് രണ്ടാമത്തെ സ്റ്റേജിൽ നിന്നും
മുകളിലത്തെ പാത്ത് വഴി നമ്മൾ 5-ലെത്തുവാണെങ്കിൽ, മുകളിലത്തെ പാത്ത് വഴി 5-ലെത്തുവാണെങ്കിൽ എത്ര ദിവസം എടുക്കുന്നുണ്ട്? ഏകദേശം 6 + 5 അല്ലേ? മുകളിലത്തെ പാത്ത് പാത്ത് 1. അതേപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേജിൽ നിന്നും അഞ്ചാമത്തെ സ്റ്റേജിലേക്ക് താഴത്തെ പാത്ത് വഴി നമ്മൾ പോവുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കും? 7 സർ. 7. 4 + 3 7. ഇവിടെ 11. അപ്പൊ ഇതിന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ലക്ഷ്യസ്ഥാനം 5 ആയിരുന്നു. നമ്മുടെ ലക്ഷ്യസ്ഥാനം 5 ആണെങ്കിൽ പോലും നമുക്ക് മുകളിൽ കൂടെയും എത്താൻ പറ്റും, താഴെ കൂടെ എത്താൻ പറ്റും. അപ്പോ നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന പാത്ത് ഏതാന്ന് പറയാമോ? മുകളിലത്തെ പാത്താണോ താഴത്തെ പാത്താണോ? നമുക്ക് ഇഷ്ടം പോലെ ഒരു പ്ലേ ഒക്കെ കിട്ടുന്ന, എക്സ്ട്രാ വർക്ക് ചെയ്യാൻ ഇച്ചിരി ലേറ്റ് ആയാലും കുഴപ്പമില്ല എന്നുള്ള വഴി ഏതാന്ന് പറയാമോ? മുകളിലത്തെ വഴിയാണോ താഴത്തെ വഴിയാണോ? ശ്രദ്ധിച്ചു പറയാം. അടിയിലത്തെ. കാരണം അടിയിലത്തെ വഴിയിൽ നമുക്ക് 7 ദിവസം കൊണ്ട് നമ്മുടെ വർക്ക് തീർക്കാൻ പറ്റും. മുകളിലത്തെ വഴിയിൽ 11 ദിവസം കൊണ്ടേ 5-ലെത്താൻ പറ്റത്തുള്ളൂ. 5 എന്ന് പറയുന്ന സ്റ്റേജിൽ എത്തുള്ളൂ. അപ്പൊ 4 ദിവസത്തെ പ്ലേ ഉണ്ട്. 4 ഡേയ്സ് പ്ലേ ഉണ്ട്. പ്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഉള്ള ടൈമാണ്. ഈ സ്റ്റേജിൽ 4 ഡേയ്സ് നമുക്ക് പ്ലേ ഉണ്ട്. അപ്പൊ നമ്മുടെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മുകളിലത്തെ പാത്താണോ താഴത്തെ പാത്താണോ? മുകളിലത്തെ പാത്താണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത്. അപ്പൊ ഞാൻ ഇത് പറയാൻ കാര്യം എന്താന്ന് വെച്ചാല്, ഈ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഉള്ള ക്രിട്ടിക്കൽ പാത്തില് ശ്രദ്ധിച്ചു കേട്ടോണം. അതായത് നമ്മൾ ചെയ്തു പോകുന്ന സമയത്ത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്രിട്ടിക്കൽ പാത്തില് LFT is equal to EFT ആയിരിക്കും. ക്രിട്ടിക്കൽ പാത്തില് LFT is equal to EFT ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആട്ടോ. ക്രിട്ടിക്കൽ പാത്താണെങ്കിൽ അവിടെ LFT, ക്രിട്ടിക്കൽ പാത്തിലെ LFTയും EFTയും സെയിം ആയിട്ട് വരുത്തോളൂ. മനസ്സിലായോ? ആദർശന് അത് മനസ്സിലായോ? കാരണം എന്ന് വെച്ചാൽ ആദർശ് നേരത്തെ മുകളിലത്തതും താഴത്തതും 10 എന്ന് പറഞ്ഞായിരുന്നല്ലോ. ആദർശ് താഴത്തെ പാത്ത് പെട്ടെന്ന് 10 എന്ന് പറഞ്ഞതാ. പക്ഷെ അതെങ്ങനെയാ ശരിയായതെന്ന് ഇപ്പൊ മനസ്സിലായോ? അല്ല, ഞാൻ മുകളിലത്തെ മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ 3 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, 3ന്റെ LFT, നമ്മുടെ ട്രയാങ്കിളിലുള്ള LFTയും 10 ആയത് എങ്ങനെയാന്ന് ഇപ്പൊ മനസ്സിലായോ? കാരണം എന്ന് വെച്ചാല് അത് ക്രിട്ടിക്കൽ പാത്ത് ആയതുകൊണ്ടാണ്. ക്രിട്ടിക്കൽ പാത്ത് അതായത് നമ്മുടെ ലോങ്ങസ്റ്റ് പാത്താണ്. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഏത് പാത്താണ്? അതായത് ലോങ്ങസ്റ്റ് പാത്താണ് ക്രിട്ടിക്കൽ പാത്ത്. ക്രിട്ടിക്കൽ പാത്തില് LFT EFTയും സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് 3 എന്ന് പറയുന്ന സ്റ്റേജില് EFT നമ്മള് സ്ക്വയറിൽ 10 മാർക്ക് ചെയ്യുകയും നമ്മുടെ LFT ട്രയാങ്കിളിലുള്ളത് 10 ആയി മാറുകയും ചെയ്തത്. അതേപോലെ 4ാമത്തെ സ്റ്റേജ് എടുക്കുമ്പോൾ 4ാമത്തെ സ്റ്റേജിന്റെ EFT LFT ഒന്ന് പറഞ്ഞേ. 4ാമത്തെ സ്റ്റേജിന്റെ അശ്വിനി ഉണ്ടോ? അശ്വിനി 6 എന്ന് പറഞ്ഞേ. അശ്വിനി 6 ഉണ്ടോ? സർ, ഒരു മിനിറ്റ്. മുകളിലത്തെ ആദ്യം EFT പറ. മുകളിലത്തിന്റെ EFT 8. അതായത് A എന്ന് പറയുന്ന ആക്ടിവിറ്റി ചെയ്യാൻ 4 ദിവസം, D എന്ന് പറയുന്ന ആക്ടിവിറ്റി ചെയ്യാൻ 4 ദിവസം, 4 4 8. ഇനി 4 എന്ന് പറയുന്ന സ്റ്റേജിന്റെ LFT, ഇത് ക്രിട്ടിക്കൽ പാത്ത് അല്ലാത്തത് കൊണ്ട് അവിടുത്തെ LFT വ്യത്യാസം വരും. മനസ്സിലായോ? LFT ഇതിന്റെ ഈ 5ാമത്തെ സ്റ്റേജ് കണ്ടോ? ഈ 5ാമത്തെ സ്റ്റേജ്
ഈ അഞ്ചാമത്തെ സ്റ്റേജിന്റെ EFT എത്ര വരുമെന്ന് പറയാമോ? അത് കൂട്ടി പറഞ്ഞാൽ മതി. അഞ്ചാമത്തെ സ്റ്റേജിന്റെ EFT എത്ര വരും? 15 വരും. 15. ഓക്കെ, ശരി. അതായത് എ എന്ന് പറയുന്ന ആക്ടിവിറ്റി ചെയ്യാനായിട്ട് 4 ദിവസം, 4ഉം 6ഉം 10, 10ഉം 5ഉം 15. അപ്പോ നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് വഴി 5 എന്ന് പറയുന്ന സ്റ്റേജിൽ എത്താനായിട്ട് നമുക്ക് 15 ദിവസം വേണം. ക്രിട്ടിക്കൽ പാത്ത് വഴി, അതായത് ക്രിട്ടിക്കൽ ആയിട്ട് ലോങ്ങസ്റ്റ് പാത്ത്, ക്രിട്ടിക്കൽ പാത്ത് എന്ന് നമ്മൾ പറയാറായിട്ടില്ല, ലോങ്ങസ്റ്റ് പാത്ത് വഴി നമ്മൾ 5 എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ നമുക്ക് എത്താനായിട്ട്, 5 എന്ന് പറയുന്ന നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താനായിട്ട് നമുക്ക് 15 ദിവസം വേണം. 4 എന്ന് പറയുന്ന ആക്ടിവിറ്റി തീർക്കാനായിട്ട് നമുക്ക് 4 എന്ന് പറയുന്ന ആക്ടിവിറ്റി അല്ല, 4 എന്ന് പറയുന്ന സ്റ്റേജ് എത്താനായിട്ട് നമുക്ക് 8 ദിവസം വേണം. ഈ 8 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ 3 ദിവസവും കൂടെ കഴിയുമ്പോൾ, 8 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ 3 ദിവസവും കൂടെ കഴിയുമ്പോൾ, എന്താ പറയാ, 8 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ 3 ദിവസവും കൂടെ കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ താഴത്തെ വർക്ക് നമുക്ക് കഴിഞ്ഞു. അപ്പം ഈ താഴത്തെ പാത്ത് വഴി നമ്മൾ 5-ൽ എത്തുവാണെങ്കിൽ നമുക്ക് 4 ദിവസത്തെ പ്ലേ ഉണ്ട്. താഴത്തെ പാത്ത് വഴി നമ്മൾ 5 എന്ന് പറയുന്ന ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് എത്ര ദിവസത്തെ പ്ലേ ഉണ്ട്? 4 ദിവസത്തെ പ്ലേ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ 4 4 8 8 3 11 ദിവസം കൊണ്ട് നമുക്ക് 5 എന്ന് പറയുന്ന ആക്ടിവിറ്റി എത്തും. ശരിക്കും മുകളിലത്തെ പാത്ത് വഴി വർക്ക് ചെയ്യുന്ന സമയത്ത് 15 ദിവസം എടുക്കും. പക്ഷെ താഴത്തെ പാത്ത് വഴി 11 ദിവസം കൊണ്ട് തന്നെ വർക്ക് തീരുന്നത് കൊണ്ട് നമുക്ക് 4 ദിവസം പ്ലേ ഉണ്ട്. അപ്പൊ ആ പ്ലേ ഇവിടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇത് കിട്ടും. അപ്പൊ ഇവിടുത്തെ എങ്ങനെ നമുക്ക് കിട്ടും? 8ഉം നമ്മുടെ പ്ലേ എന്ന് പറയുന്ന 4. ഓക്കെ, അപ്പോ 12. മനസ്സിലായോ? അതായത് 8ഉം 4ഉം 12. താഴത്തെ ഭാഗത്തിന്റെ LFT 8ഉം 4ഉം 12 ആണ്. 8 4 12 എന്ന് പറഞ്ഞാൽ ആ 4 ദിവസത്തെ പ്ലേ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പ്ലേ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാൻ ഒരു വഴിയുണ്ട്. അതായത് എന്താ പറയാ, ഈ 15-ന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ, നമ്മൾ 15-ന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ 12 കിട്ടും. 15-ന്ന് 3 കുറച്ചിട്ടുള്ളത് 12 ആയിട്ടങ്ങ് എഴുതിയാലും മതി. ഈ ആക്ടിവിറ്റിയുടെ ദിവസം 15-ന്ന് 3 കുറച്ചിട്ടുള്ളത് 12 ആയിട്ടങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെ കറണ്ട് ഒന്ന് പോയിട്ടുണ്ട്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എനിക്ക് വന്ന് വേഗം വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോ ലാപ്ടോപ്പ് ഓഫ് ആയിപ്പോയി. ബാക്കപ്പ് ഓഫ്. ഓക്കെ, അപ്പം എന്തായാലും അത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് 6 എന്ന് പറയുന്ന ആക്ടിവിറ്റി ആണ്. അത് ചെയ്യാനായിട്ട് 5 ദിവസം ഉണ്ട്. അപ്പം ഈ ലാസ്റ്റത്തെ സ്ഥലത്തിന്റെ LFTയും EFT എത്ര വരും? അതായത് 15ഉം 5ഉം 20. അത് ലാസ്റ്റ് ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ LFTയും EFTയും ഒക്കെ സെയിം ആയിരിക്കും കേട്ടോ. ലാസ്റ്റത്തെ ആക്ടിവിറ്റി ആണെങ്കിൽ ലാസ്റ്റത്തെ ആക്ടിവിറ്റിയിലും, അതായത് ഫസ്റ്റ് സ്റ്റേജിലും ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലും LFTയും EFTയും സെയിം ആയിരിക്കും. ഇവിടുത്തെ എത്ര വരും? ഇത് നമ്മൾ മുകളിലത്തെ പാത്ത് വഴിയും താഴത്തെ പാത്ത് വഴിയും ഈ 5 എന്ന് പറയുന്ന സ്റ്റേജിലെത്തി. 5 എന്ന് പറയുന്ന സ്റ്റേജിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഒരേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പം 5 എന്ന് പറയുന്ന ആക്ടിവിറ്റി ചെയ്യാനായിട്ട് 15 ദിവസം വേണം. 5 എന്ന് പറയുന്ന ആക്ടിവിറ്റി ഒരു തടസ്സവും ഇല്ലാതെ, ഒരു ഡിലേയും ഇല്ലാതെ ചെയ്തു തീർക്കാൻ എടുക്കുന്ന സമയമാണ് LFT. ഒരു സ്ഥലത്ത് തന്നെ എത്തിച്ചേരുന്നത് കൊണ്ട് അതിന്റെ LFTയും 15 തന്നെ ആയിരിക്കും. കാരണം നമ്മൾ ഈ 5 എന്ന് പറയുന്ന സ്ഥലത്ത് ഈ 2 വഴി തമ്മിൽ എത്തുന്നേ ഉള്ളൂ. അപ്പൊ താഴത്തെ വഴിയിൽ പ്ലേ കൂടുതലായതുകൊണ്ട്, താഴത്തെ വഴിയിൽ എക്സ്ട്രാ ടൈം ഉള്ളത് കൊണ്ടാണ് അതിന്റെ LFT നമുക്ക് 12 എന്ന് എഴുതേണ്ടി വരുന്നത്. താഴത്തെ LFT എഴുതുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്തുകൊണ്ടാണ്? അതിന് 4 ദിവസത്തെ ഒരു ഫ്രീ ടൈം ഉണ്ട്, വർക്ക് തീർക്കാനായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട്, 4 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് അതിന്റെ
LFT മാറിയത്. അത് കഴിഞ്ഞിട്ട് മുകളിലത്തെ പാത്ത് വഴി ആയാലും താഴത്തെ പാത്ത് വഴി ആണെങ്കിലും എന്താണ് നമ്മൾ ചെന്നെത്തുന്നത് 5 എന്ന് പറയുന്ന ആക്ടിവിറ്റിയിലാണ്. അപ്പൊ 5 എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ എത്താനായിട്ട് മുകളിലത്തെ പാത്ത് വഴി 15 ദിവസം വേണം. അപ്പോ ഡിലേ ആവാതെ, ഒരു ഡിലേയും സംഭവിക്കാതെ 5ാമത്തെ സ്റ്റേജിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഡിലേയും സംഭവിക്കാതെ നമുക്ക് 5ാമത്തെ സ്റ്റേജിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ മിനിമം എത്ര ദിവസം വേണമെന്നുള്ളതാണ് ചോദിക്കുന്നത് LFT. അതായത് 15 ദിവസം വേണം. കാരണം 15 ദിവസത്തില് കൂടിക്കഴിഞ്ഞാൽ LFT 15 കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ LFT 15 കൂടിക്കഴിഞ്ഞാൽ ഫുൾ പ്രോജക്റ്റ് ഡിലേ ആവും. കാരണം 15 ദിവസം മേളത്തെ പാത്താണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത്. മുകളിലത്തെ പാത്തിൽ കൂടെ ചെയ്യുമ്പോൾ 15 ദിവസം വേണ്ട പ്രോജക്റ്റ് താഴത്തെ പാത്തില് എന്താ പറയാ ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസം വരും. അങ്ങനെ ചെയ്യുമ്പോഴും 2 രീതി ചെയ്യുമ്പോഴും 15 ദിവസം കഴിഞ്ഞാലേ നമുക്ക് ഈ 6ാമത്തെ സ്റ്റേജിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. കാരണം എന്തുകൊണ്ടാ? നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഈ മുകളിലത്തെ പാത്ത് വഴിയുള്ള വർക്കും താഴത്തെ പാത്ത് വഴിയുള്ള വർക്കും ഈ 2 വർക്കും തീർത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ 2 വർക്കും തീർത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ മൊത്തം പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മൊത്തം പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഈ 2 വർക്കും ചെയ്ത് തീർത്താൽ മാത്രമേ നമുക്ക് 5ാമത്തെ സ്റ്റേജിൽ എത്താനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ 5ാമത്തെ സ്റ്റേജിൽ എത്തിയാൽ മാത്രമേ 5ാമത്തെ സ്റ്റേജ് പൂർത്തിയായാൽ മാത്രമേ നമുക്ക് 6ലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. അത് F എന്ന് പറയുന്ന ആക്ടിവിറ്റി 5 ദിവസം എടുത്തിട്ട് നമ്മൾ 6 എന്ന് പറയുന്ന വർക്കിലേക്ക് നമ്മൾ എത്തും. അപ്പൊ നമ്മുടെ ക്രിട്ടിക്കൽ പാത്തിൽ എന്ന് പറയുന്നത് ലോങ്സ്റ്റ് പാത്താണ്. അതിൽ LFT VFT എല്ലാം സെയിം ആയിരിക്കും കേട്ടോ. അതായത് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫസ്റ്റ് പാത്താണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. അതായത് 1 2 3 എടുക്കുന്നത്. അപ്പൊ ഞാൻ ക്രിട്ടിക്കൽ പാത്ത് ആയതുകൊണ്ട് തന്നെ അതിനെ ഡബിൾ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ്. ക്രിട്ടിക്കൽ പാത്തിനെ നമ്മൾ ഡബിൾ ലൈനിൽ റെപ്രസെന്റ് ചെയ്യണം കേട്ടോ. ക്രിട്ടിക്കൽ പാത്തിനെ നമ്മൾ ഡബിൾ ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യണം. അപ്പം പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ AOA മെത്തേഡ് വെച്ചിട്ട് തന്നെ പ്രോബ്ലം ചെയ്യണം കേട്ടോ. AOA മെത്തേഡ് വെച്ചിട്ട് തന്നെ പ്രോബ്ലം ചെയ്യണം. ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നമ്മൾ അതിനകത്ത് ഇനിയിപ്പോ നമ്മൾ തല പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി പ്രോബ്ലം ഒക്കെ. അപ്പം നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് പ്രോജക്റ്റ് ഡ്യൂറേഷൻ ആണ് നമുക്ക് ലാസ്റ്റ് കണ്ടുപിടിക്കുന്നത്. Project duration is equal to 20 days. Okay. Project duration എന്ന് പറയുന്നത് 20 days ആണ് നമുക്ക് കിട്ടുന്നത്. Project duration എന്ന് പറയുന്നത് നമുക്ക് 20 days ആണ് കിട്ടുന്നത്. Okay, thank you.